ചായക്കടിയായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഹെവി സാധനം കേട്ടാ, ചീസി ബ്രെഡ് ക്യൂബ്. ഇനി അത് ചീസ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ ഒഴിവാക്കി കൊടുക്കാവേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ ഒരു 4 കോഴിമുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നാണ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പിൽ കുറച്ച് താഴെയായിട്ട് പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു 6 പീസ് ബ്രെഡ് ഇതേപോലെ ക്യൂബാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഈ മുട്ടയും ബ്രെഡ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ മുട്ടൻ്റെ നനവിലിരുന്നിട്ടേ നമ്മുടെ ബ്രെഡ് ജസ്റ്റ് നമുക്ക് സോക്കാവണം. ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഏറ്റവും ആദ്യം ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം പാനിൽ കുറച്ച് പട്ടിട്ട് ചൂടായി കൊടുക്കാനായിട്ട്. അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു വലിയ സവാള ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞൊരു പകുതി തക്കാളി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ അങ്ങോട്ട് വെന്ത് കുഴ പാകമൊന്നും ആവുമെന്ന് വേണ്ട. അതിന് മുന്നായിട്ട് തന്നെ ആവശ്യമുള്ള ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയുടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡും മുട്ട ഉണ്ടല്ലോ അത് ഈ സമയത്ത് വരട്ടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി പറിച്ചിട്ടേ നമ്മളുടെ ഈ ഒരു മുട്ട നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബ്രെഡ് ഇത്രയും നേരം ആ മുട്ടൻ്റെ ആ ഒരു നനവിലിരുന്ന് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ മുട്ടയൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് കൂടെ ചേർത്തിട്ട് നേരെ അങ്ങോട്ട് അടച്ചു വെച്ചോളൂ കേട്ടോ. ഈ ചീസ് അങ്ങോട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ ഒരു ഗ്ലാസ് നല്ല ചൂട് പാൽ ചായൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ. ഇതിൻ്റെ അകത്തുണ്ടല്ലോ ചീസ് ഒഴിവാക്കിയാലേ മക്കൾസിന് സ്നാക്ക് ബോക്സിലേക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും പറ്റൂട്ടാ. ചീസൊക്കെ ഇട്ടാലേ ആ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കണം, എന്നാൽ ആ ഒരു ഗുമ്മ ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇത് കഴിക്കാൻ നേരത്തെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ മേലെ ഒഴിക്കുന്നുണ്ട്.